ഹായ് മക്കളെ, മായർ സാറടാ മമ്പാട് മെന്ററിൽ നിന്നാണ് ഞാനുള്ളത്. സോ ഞാനിടാ ഇന്ന് വന്നിട്ടുള്ളത് 10ാം ക്ലാസ്സിലെ ഏറ്റവും പേടി സ്വപ്നമായിട്ടുള്ള ഒരു വിഷയമാണ് മക്കളെ. ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രി. ആ ഓർഗാനിക് കെമിസ്ട്രി കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു കംപ്ലീറ്റ് സെഷൻ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ആദ്യം എല്ലാ ബേസിക് കോൺസെപ്റ്റ് സെറ്റ് ആക്കും. അതിന് ശേഷം നമ്മൾ എന്തിലേക്ക് വരടാ, ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് വരും. റെഡി ആണോടാ? സോ അങ്ങനെയാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വിട്ടുപോകും അല്ലെ. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ വിട്ടുപോകും, എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറഞ്ഞ് വിട്ടുപോകും. മക്കളെ, നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാ, നിങ്ങൾക്ക് ബേസിക് ആണടാ പ്രശ്നം. സോ ബേസിക് നമുക്ക് അറിയാത്തത് കൊണ്ടാ പല ക്വസ്റ്റ്യനുകളും നമുക്ക് എന്ത് ചെയ്യുന്നതാ ബുദ്ധിമുട്ടായി വരുന്നത്. സോ ബേസ് നമ്മൾ മാക്സിമം സെറ്റപ്പ് ആക്കി കഴിഞ്ഞാല് ഏത് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് കിടിലനായിട്ട് ചെയ്യാം. സോ കിടിലനായിട്ട് ചെയ്യണമെങ്കിൽ മക്കളെ, കിടിലനായിട്ട് പഠിക്കണമെങ്കിൽ ഈ തുടക്കം മുതൽ ഈ ക്ലാസിന്റെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് കാണണം. നിങ്ങളെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളെ പല ഫ്രണ്ട്സുകളിലൊക്കെ എന്തുണ്ടാവുക ഈ ഓർഗാനിക് കെമിസ്ട്രി ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. സോ അവർക്കൊക്കെ എന്താ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. സോ അങ്ങനെയാണ് മക്കളെ നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ വെച്ചിട്ട് തുടങ്ങിയാലോടാ. സോ നോക്കിക്കോട്ടെടാ, കിടിലനായിട്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി കിടിലനായിട്ട് നിങ്ങൾ ഇരിക്കുക. എല്ലാ സംവിധാനങ്ങളും അല്ലെ, മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ മറ്റേ വാട്സപ്പിൽ മെസ്സേജും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും ഒക്കെ എന്താണ് അൺനോട്ടിഫിക്കേഷൻ ആയിക്കോളി. സോ ഇനി ആ മക്കളെ MRന്റെ ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടി സ്ട്രോങ് ആയി സെറ്റ് ആയിരിക്കുക. ഓക്കെ അല്ലേ? സോ നോക്കിക്കോ മക്കളെ, ഹൈഡ്രോ കാർബൺ വെച്ചിട്ടാണ് മക്കളെ. ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ വാക്യം നോക്കടാ, ഹൈഡ്രോ, യെസ്, കാർബൺ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള എല്ലാ കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണടാ എന്തടാ, ഹൈഡ്രോ കാർബൺ. സോ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഇറ്റ് ഈസ് ദ കാർബൺ ഹൈഡ്രജൻ ഡെറിവേറ്റീവ്. റെഡിയാണോ? എന്താടാ, കാർബൺ ഹൈഡ്രജൻ ഡെറിവേറ്റീവിനെ പറയുന്ന പേരാണ് മക്കളെ ഹൈഡ്രോ കാർബൺ എന്ന് പറയും. റെഡിയാണോ? സോ ആ ഹൈഡ്രോ കാർബൺ മക്കളെ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഒന്നാമത്തെ കുഞ്ഞോ ഏതാടാ, ഓപ്പൺ ചെയിൻ ആണ് അല്ലെ. ഒന്നാമത്തെ എന്താ മക്കളെ, ഓപ്പൺ ചെയിൻ. രണ്ടാമത്തെ എന്താടാ, ക്ലോസ്ഡ് ചെയിൻ. ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞാൽ എന്താടാ, ഒരു ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ചെയിനില്ലേ. യെസ്, അത് തന്നെടാ, CH3 CH2 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 പറഞ്ഞിട്ട് അങ്ങനെ പോണ ചെയിനില്ലേ. ആ ചെയിനെ പറയുന്ന പേരാണ് മക്കളെ ഓപ്പൺ ചെയിൻ. അതായത് ട്രെയിനിന്റെ പോലെ അല്ലെ. ട്രെയിൻ അങ്ങനെയല്ലേ, ഓരോ കമ്പാർട്ട്മെന്റും ഇങ്ങനെ കൂടി വലിയൊരു സ്ട്രക്ചറായി മാറില്ലേ ട്രെയിന്. അതുപോലെ തന്നെ കുഞ്ഞോ ഓപ്പൺ ചെയിൻ എന്ന് പറഞ്ഞ എന്താടാ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിനെ പറയുന്ന പേരാണ് എന്താടാ, ഓപ്പൺ ചെയിൻ. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ഒരു നേർരേഖയുള്ള ചെയിനിനെ പറയുന്ന പേരാണെന്ത്, ഓപ്പൺ ചെയിൻ. റെഡിയാണോ? അതായത് ഒരു നേർരേഖയുള്ള ഹൈഡ്രോ കാർബൺ ചെയിൻ ആണ് മക്കളെ ഓപ്പൺ ചെയിൻ. ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ലൈൻ ചെയിൻ കണ്ടെയ്നിങ് ദ കാർബൺ ഹൈഡ്രജൻ കോമ്പൗണ്ട്. റെഡിയാണോ? അങ്ങനെ ഒരു ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവ് സ്ട്രെയിറ്റ് ചെയിൻ ആണെങ്കിൽ മക്കളെ ആ ചെയിനിനെ പറയുന്ന പേരാണ് മക്കളെ ഓപ്പൺ ചെയിൻ. സെറ്റ് ആണോ? സോ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ, ക്ലോസ്ഡ് ചെയിൻ. ക്ലോസ്ഡ് ചെയിൻ എന്താ അറിയോടാ, നമ്മുടെ മാല പോലെയാണ് ക്ലോസ്ഡ് ചെയിൻ. ഞാൻ പറഞ്ഞു തരാം മക്കളെ, ഓരോ മുത്തുകളുമാണ് നമ്മളെ CH2 പോലുള്ള ആ ഒരു കോമ്പൗണ്ട്. സോ ഓരോ CH2 കൂടി ചെന്ന് മാല എന്താടാ, ക്ലോസ്ഡ് അല്ലേ. മാല ക്ലോസ്ഡ് അല്ലേ? നിങ്ങൾക്ക് അറിയില്ലടാ, മാല ക്ലോസ്ഡ് ആണല്ലോ അല്ലെ. അപ്പൊ മാല ക്ലോസ്ഡ് അല്ലേ. സോ അതാണ് മക്കൾ എന്ത്, കുറെ CH2 ഇങ്ങനെ പോയി കൂടി ഒരു ക്ലോസ്ഡ് ആയി മാറാ. സോ അങ്ങനെയാണെങ്കിലടാ ആ ക്ലോസ്ഡ് ചെയിനെ പറയും അല്ലെ. അതാണ് മക്കളെ ക്ലോസ്ഡ് ചെയിൻ എന്ന്. അങ്ങനെ CH2 ഹൈഡ്രോ കാർബൺ ചെയിനുകൾ എന്താണ്, ക്ലോസ്ഡ് ആണെങ്കിൽ അവരെ പറയുന്ന പേരാണ് മക്കളെ ക്ലോസ്ഡ് ചെയിൻ. സെറ്റ് ആണോ? സോ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ, ഓപ്പൺ ചെയിൻ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് സാച്ചുറേറ്റഡും ഒന്ന് ഏതാ കുഞ്ഞോ, അൺസാച്ചുറേറ്റഡ് എന്ന് പറയും. അപ്പൊ നിങ്ങൾ ചോദിക്കും മക്കളെ, സാച്ചുറേറ്റഡ് മലയാളം എന്താ? യെസ്, പൂരിതം. അൺസാച്ചുറേറ്റഡ് എന്താ? അപൂരിതം. ഇത് അറിയാത്ത ആളുകളാണ് ഞങ്ങളുടെ സാറേ അല്ലേ. മക്കളെ, സാച്ചുറേറ്റഡ് അഥവാ പൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ മക്കളെ എന്തായിരിക്കും, സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനമായിരിക്കും.
സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ എടാ അപൂരിതം അഥവാ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അവിടെ ആരായിരിക്കൂടാ? അവിടെ ഫുൾ ആരാണടാ? യെസ്, അത് തന്നെ, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. സെറ്റാണോ? അപ്പൊ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ ചെയിൻ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് അഥവാ ദ്വിബന്ധനം അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് അഥവാ ത്രിബന്ധനമുള്ള ഹൈഡ്രോ കാർബൺ ചെയിനുകളെ പറയുന്ന പേരാണടാ അൺസാച്ചുറേറ്റഡ് അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺ. സെറ്റാണോ? സെറ്റാണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോ. എടാ ക്ലോസ്ഡ് ചെയിൻ രണ്ടായി ക്ലാസിഫൈ ചെയ്തു. ഒന്നേതാടാ? ആലിസൈക്ലിക്. മറ്റൊന്നെന്താ കുഞ്ഞോ? മറ്റൊന്നെന്താടാ? ആരോമാറ്റിക് കേട്ടോ. അത് ആരോമാറ്റിക് കേട്ടോ, ശ്രദ്ധിക്കണം. എന്താടാ? ആരോമാറ്റിക്. എടാ അസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്താടാ? വെറും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവുക. അവിടെ സിംഗിൾ ബോണ്ട് അല്ലെ, സിംഗിൾ ബോണ്ട് ഒക്കെ ഉള്ള ഒരു വലിയ ഒരു ചെയിൻ, ഒരു ക്ലോസ്ഡ് ചെയിന്, അതിനെ പറയുന്ന പേരാണടാ എന്താടാ? അസൈക്ലിക്. സൈക്ലോപ്രോപ്പീനും സൈക്ലോബ്യൂട്ടേനും ഒക്കെ എന്തിന്റെ എക്സാമ്പിളാ മക്കളെ? അസൈക്ലിക്. സിമ്പിൾ ഒരു എക്സാമ്പിൾ കാണിച്ചടാ. എടാ CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, ഒരു ബോണ്ട് അല്ലേ? അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് അസൈക്ലിക്. അവിടെ ഡബിൾ ബോണ്ട് ഉണ്ടോ? ട്രിപ്പിൾ ബോണ്ട് ഉണ്ടോ? ഇല്ല. ഒരു സിംഗിൾ ബോണ്ട് ആയിട്ടുള്ള ഒരു ക്ലോസ്ഡ് ചെയിനെ പറയുന്ന പേരാണ് എന്താടാ? അസൈക്ലിക്. പക്ഷെ ആരോമാറ്റിക് അങ്ങനെയാണ് മക്കളെ. മൾട്ടിപ്പിൾ ബോണ്ട് അഥവാ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള സ്ട്രക്ചർ ക്ലോസ്ഡ് ചെയിൻ ആയി കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരാ കുഞ്ഞോ? എന്താടാ? ആരോമാറ്റിക് എന്ന് പറയും. സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. എന്താ ഇങ്ങനെ ഉഷാറാവിട്ടോ? നോക്കിക്കോ. ഓക്കെ, ഇതാരാണ്? പഠിച്ചിട്ടുണ്ട്. ആരാണ്? അതെ, പറഞ്ഞോളി. ബെൻസീന്. നമ്മളെ ബെൻസീനാണ്. അപ്പൊ ബെൻസീൻ എന്തിന്റെ എക്സാമ്പിളാ? ആരോമാറ്റിക്കിന്റെ എക്സാമ്പിളാ അല്ലേ? ക്ലിയർ ആണോ? സോ ഇവിടെ നോക്കടാ, ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? ഡബിൾ ബോണ്ട് ഉണ്ട് ഇല്ലേ? ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലേ? സോ ഡബിൾ ബോണ്ട് ഉള്ള ഒരു ക്ലോസ്ഡ് ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരെന്താണ്? പറഞ്ഞോളി, ആരോമാറ്റിക്. അപ്പൊ സിംഗിൾ ബോണ്ട് ഉള്ള ആളുകൾ എന്താ പറയും? സിംഗിൾ ബോണ്ട് ഉള്ള ആൾക്കാർ ഒരു ക്ലോസ്ഡ് ചെയിൻ കിട്ടിക്കഴിഞ്ഞാൽ അവരെ പറയുന്ന പേരാണെന്താടാ? അസൈക്ലിക്. റെഡി ആണോടാ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. സോ ഇതാണ് മക്കളെ ഹൈഡ്രോ കാർബൺ ഒരു ക്ലാസിഫിക്കേഷൻ. മനസ്സിലാക്കുക. ഇതിന് എന്താ ചോദിക്കുക? വാട്ട് ഈസ് ഹൈഡ്രോ കാർബൺ? ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോ കാർബൺ ഡെറിവേറ്റീവിനെ പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോ കാർബൺ. ആ പേര് തന്നെ ഉണ്ട് അല്ലേ? സെറ്റ് ആണോ? സോ നോക്കിക്കോ. നെക്സ്റ്റ് മക്കളെ വേർഡ് റൂട്ട് അഥവാ പദമൂലം. പറഞ്ഞോളി. എടാ ഒരു കാർബണിനെ മെത്ത്, രണ്ടിനെ എത്ത്, മൂന്നിനെ പ്രൊപ്പ്, നാലിനെ ബ്യൂട്ട്, അഞ്ചിനെ പെന്റ്, ആറിനെ എക്സ്, ഏഴിനെ ഹെപ്റ്റ്, എട്ടിനെ ഒക്ട്, ഒമ്പതിനെ നണ്ണ്, പത്തിനെ ഡെക്ക്. നമുക്ക് പാട്ട് പാടി പഠിച്ചാലോ? യെസ്. മെത്തത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സെപ്റ്റ്, ഒക്ടറ്റോൺ, ഡെക്ക് അല്ലേ? മെത്തത്ത്, പ്രൊപ്പ്, പെന്റ്, ഹെക്സെപ്റ്റ്, ഒക്ടറ്റോൺ, ഡെക്ക്. ഒക്ടറ്റ്, നണ്ണ്, ഡെക്ക്. റെഡിയാണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒക്ടറ്റോൺ, ഡെക്ക്. ഒക്ടറ്റ് അല്ലേ? ഒക്ടറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തൂടാ? ഡെക്കായി അല്ലേ? ഒക്ടറ്റ്, നണ്ണ്, ഡെക്ക്. റെഡിയാണോ? യെസ്. മെത്തത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സെപ്റ്റ്, ഒക്ടറ്റോൺ, ഡെക്ക്. മെത്തത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സെപ്റ്റ്, ഒക്ടറ്റോൺ, ഡെക്ക്. ഡെക്കായില്ലേ? സോ ഡെക്ക് എത്രയാണ്? 10 സെറ്റാണോ? സോ അതാ മക്കളെ വേർഡ് റൂട്ട് അഥവാ പദമൂലം എന്ന് പറയുന്നത്. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ ബ്രാഞ്ച് അഥവാ ശാഖയാരാണടാ? CH3 പറയുന്നവൻ അല്ലേ? എടാ CH3 എന്ന് പറഞ്ഞ ഇതിനെ പറയുന്ന പേരാണ് മക്കളെ ഏത് ബ്രാഞ്ചടാ? മീഥൈൽ ബ്രാഞ്ച്. റെഡിയാണോ? അങ്ങനെയാണ് മക്കളെ CH3 CH2 പറയുന്ന ബ്രാഞ്ച്. ഏത് ബ്രാഞ്ചടാ? അതേ ഈഥൈൽ ബ്രാഞ്ച്. റെഡിയാണോ? അപ്പൊ CH3 പറയുന്ന പേര് മീഥൈൽ ബ്രാഞ്ച്. CH3 CH2 ഈഥൈൽ ബ്രാഞ്ച്. ഇന്റെ കൂടെ തന്നെ പഠിച്ചോണ്ട് പോയിക്കോളി. അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ അല്ലേ? അപ്പൊ CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് ഏതാണ്? മീഥൈൽ ബ്രാഞ്ച്. CH3 CH2 പറയുന്ന പേര് ഈഥൈൽ ബ്രാഞ്ച്. റെഡിയാണോ? നെക്സ്റ്റ് നോക്കിക്കോട്ടോടാ. സിംഗിൾ ബോണ്ട് അല്ലെ? ഇതെന്താ വരാത്ത? ഒന്നൂല്ലേ? സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനം എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സിംഗിൾ ബോണ്ടാണ്. ഇച്ചറിയും സിംഗിൾ ബോണ്ട് അഥവാ ഏകബന്ധനം സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് അതിന്റെ ഫോർമുല എന്താ? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ യെസ്, വെരി ഗുഡ്. അതെ, CnH2n+2.
ഓക്കെ അല്ലേ? സോ ഡബിൾ ബോണ്ട് ആണ് മക്കൾ, എന്താണ് CnH2n. നെക്സ്റ്റ് നോക്കോ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ് CnH2n -2. അപ്പൊ CnH2n+2 സിംഗിൾ ബോണ്ട്, CnH2n ഡബിൾ ബോണ്ട്, CnH2n -2 ട്രിപ്പിൾ ബോണ്ട്. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനം. റെഡിയാണോടാ? റെഡിയാണോ? ഓക്കെ, സെറ്റ്. മക്കളെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നോക്കിയാലോ? നോക്കണ്ടേ? അല്ലെ വെറുതെ കൺസെപ്റ്റ് പഠിച്ചിട്ട് കാര്യമുണ്ടോ? എന്ത് കാര്യം? ക്വസ്റ്റ്യൻ ഇല്ലാതെ പിന്നെ എന്ത് കാര്യം? സോ അങ്ങനെയാണ് മക്കളെ മെന്റർ വ്യത്യസ്തമായി ചിന്തിക്കുന്നത്. ഒരു ടോപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യും. റെഡിയാണോ? സോ നോക്കിക്കോ മക്കളെ, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരികടാ? നമുക്ക് എല്ലാവർക്കും വരടാ CnH2n+2 എന്താണടാ? ആൽക്കൈൻ ആണ്, നമുക്കറിയും. എടാ CnH2n എന്താടാ? ആൽക്കീനാണ്, അറിയും. എടാ CnH2n -2 എന്ന് പറഞ്ഞ എന്താടാ? ആൽക്കൈനാണെന്ന് അറിയും. ഓക്കെ ആണോടാ? സോ ഇതിന് മക്കളെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക നോക്കിക്കോ മക്കളെ. കുറച്ച് കെമിക്കൽ ഫോർമുല തരും കേട്ടോ. മോളിക്കുലർ ഫോർമുല C3H6 C4H10 C8H18 C10H18 പിന്നെ ഇത് 18 ആട്ടോടാ, മാറിപ്പോലും മിക്കവാറും. നോക്കോ H18. നെക്സ്റ്റ് വൺ C5H8. നെക്സ്റ്റ് വൺ ഒന്നുകൂടി, ലാസ്റ്റ് വൺ C2H6. ഓക്കെ അല്ലേ? കുറച്ചൊക്കെ മോളിക്കുലർ ഫോർമുല തരും. എന്നിട്ട് നിങ്ങളോട് പറയും മക്കളെ, ഇത് ആൽക്കൈൻ ഏതാണ്, ആൽക്കീൻ ഏതാണ്, ആൽക്കൈൻ ഏതാണ്? അപ്പൊ ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? ഡബിൾ ബോണ്ട് ഉള്ളവൻ. ആൽക്കൈൻ ആരാ? സിംഗിൾ ബോണ്ട്. ആര്യ ട്രിപ്പിൾ ബോണ്ട്. റെഡിയാണോ? സോ നമുക്ക് ആൽക്കൈൻ ഏതാണ്, ആൽക്കീൻ ഏതാണ്, ആൽക്കൈൻ ഏതാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്താലോ? സോ MRന്റെ മക്കൾക്ക് ഇതൊക്കെ എന്താണ്, പുഷ്പമാണ് കരുതേക്കും. സോ നോക്കാം, നമുക്ക് മേലെ പേരിട്ട് കൊടുക്കട്ടോ. അങ്ങനെയാണ് മക്കളെ CnH2n+2 എന്താണ്? സിംഗിൾ ബോണ്ട് അഥവാ ആൽക്കൈൻ. എടാ CnH2n എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ ബോണ്ടില്ലവൻ പറയുന്ന പേരെന്താണ്? ആൽക്കീൻ. എടാ CnH2n+2 പറയുന്ന പേരെന്താ കുഞ്ഞോ? ആൽക്കൈൻ. റെഡിയാണോടാ? സോ നോക്കിക്കോട്ടോടാ, ഞാൻ നോക്കി ഞാൻ ട്രിക്ക് കിട്ടോ. ഇനി അവിടെക്ക് ഇങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ കജ്ജിന്ന് പോകും. സോ ഞാൻ ട്രിക്ക് കിട്ടോ, നോക്കിക്കോ മക്കളെ. ഇത് 3 അല്ലേ? ഇത് പിന്നെ 3 അല്ലാതെ പിന്നെ 4 ആവോ? എന്താ ഇയാൾ പറയും? നോക്കിക്കോളി. എടാ ഇത് 3 അല്ലേ? എടാ 3 ഡബിൾ എത്ര? 9. തെറ്റി. എത്ര? 3 ഡബിൾ ആരാ? 3 × 2 3 ഡബിൾ 3 കൂട്ടുക എത്ര? 6. അങ്ങനെ മക്കളെ ഇത് n ആണെങ്കിൽ ശ്രദ്ധിക്കട്ടോ, ഇത് n ആണെങ്കിൽ മക്കളെ ഇതപ്പം എന്തായിരിക്കും? ഡബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2n. ഇത് n ആണെങ്കിൽ ഇത് ഡബിൾ അപ്പം എന്തായിരിക്കും മക്കളെ? 2n. കാർബണിന്റെ n-ന്റെ ഡബിൾ ആണ് H എങ്കിൽ, കാർബണിന്റെ n-ന്റെ ഡബിൾ ആണ് H എങ്കിൽ മക്കളെ അതെന്തായിരിക്കൂടാ? ആരോടും പറയണ്ട കേട്ടോ, ഡബിൾ ബോണ്ട് അഥവാ ആൽക്കീൻ ആയിരിക്കും. റെഡിയാണോ? എന്താണ് ഞാൻ പറഞ്ഞേ? CnH2n. അതായത് ഇവിടെ എത്രയാണോ n അതിന്റെ ഡബിൾ ആണ് H എങ്കിൽ അത് ഏതായിരിക്കൂടാ? ആൽക്കീൻ അഥവാ ഡബിൾ ബോണ്ട്. സോ മക്കളെ ഫസ്റ്റത്തെ കോമ്പൗണ്ടുകൾ നോക്കടാ. C3H6. കാർബണിന്റെ n ഇവിടെ ആരാ? 3 ഡബിൾ ആരാ? 6 അല്ലേ കിട്ടേണ്ടത്? അപ്പൊ ഇവിടെ ഹൈഡ്രജൻ എത്രടാ? 6 തന്നെ. അങ്ങനെയാണ് മക്കൾ അത് ഏത് കാറ്റഗറിടാ? ആൽക്കീൻ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയാണ്. സെറ്റാണോ? സോ മക്കളെ നെക്സ്റ്റ് വന്ന് നോക്കിക്കോട്ടോടാ. C4H10. എടാ ഇവിടെ n ആരാടാ? സീൻ്റെ അടിയിൽ n ആരാ? 4 അല്ലേ? 4 ഡബിൾ ആരാടാ? 8. എടാ അങ്ങനെയാണെങ്കിൽ ഇത് 4 കിട്ടോ. എടാ n എത്രയാണോ ഹൈഡ്രജന് ഡബിൾ ആണെങ്കിൽ ആ ഡബിളിന്റെ കൂടെ തന്നെ 2 കൂട്ടുകയാണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്? കാർബണിന്റെ അടിയിൽ എത്രയാണോ ഉള്ളത് അതിന്റെ ഡബിള് പ്ലസ് 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അതേതായിരിക്കൂടാ? ആൽക്കെയിൻ എന്ന് പറഞ്ഞ കാറ്റഗറിയാ. സിംഗിൾ ബോണ്ടുള്ള കാറ്റഗറിയാണ്, ANE കാറ്റഗറിയാണ്. അപ്പൊ നിങ്ങൾ നോക്കിട്ടോടാ, ഇവിടെ ആരാടാ കുഞ്ഞോ? C4.
അല്ലേ? എടാ 4 ഡബിൾ ആരാ? 8. 8ന്ന് 2 കൂട്ടിക്കഴിഞ്ഞാ 10 അല്ലേ? അതല്ല കിട്ടേണ്ടത് നമുക്ക് ഇവിടെ. അതെ, അത് തന്നെ കിട്ടിയത്. അപ്പൊ മക്കളെ ഏത് കാറ്റഗറിയാ? അങ്ങനെ കാണേണ്ടത് C4H10 കാറ്റഗറി. കത്തിയോ? നിങ്ങൾ നോക്കിക്കോട്ടോ മക്കളെ. 8. 8ന്റെ ഡബിൾ ആരാണ്? 8 ഡബിൾ ആരാ? 16. ഇവിടെ 16ക്ക് 2 കൂട്ടി കഴിഞ്ഞാൽ 18 കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടുണ്ടോ? അയ്യോ, അത് തന്നെ കിട്ടി. C8H8. മനസ്സിലായി. അപ്പൊ ഇത് ഏത് കാറ്റഗറിയാടാ? ഈ കാറ്റഗറി കേട്ടോ. C8H18 സിംഗിൾ ബോണ്ടിന്റെ കാറ്റഗറിയാ. നെക്സ്റ്റ് നോക്കിക്കോട്ടോടാ. C10H8. നിങ്ങൾ ആലോചിച്ച് കിട്ടോടാ. കാർബണിന്റെ അടിയിലുള്ള N-ല്ലേ, N ഡബിൾ ആയിക്കോട്ടെ. N ഡബിളിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ കാർബണിന്റെ N-ന്റെ ഡബിൾ ആണ് ഹൈഡ്രജൻ എഴുതുക. ഇനി 2 കുറച്ച് കഴിഞ്ഞാൽ അത് എന്തായിരിക്കും മക്കളെ? YN അഥവാ ട്രിപ്പിൾ ബോണ്ട് കാറ്റഗറിയാണ്. അപ്പൊ നമ്മൾ ടോട്ടലി ജനറൽ ആയിട്ട് പറയാം കേട്ടോ. കാർബണിന്റെ N-ന്റെ കൂടെ ഡബിൾ ആയി ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? കാർബണിന്റെ N-ന്റെ ഡബിൾ ആയി ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ നോക്കിക്കോളി, അത് ഏതായിരിക്കോടാ? അത് ഡബിൾ ബോണ്ട് ആണ്. കാർബണിന്റെ N-ന്റെ ഡബിൾ ആണ് ഹൈഡ്രജൻ വന്നു കഴിഞ്ഞാൽ അത് എന്താ പറയ്? ഡബിൾ ബോണ്ട്. റെഡിയാണോ? അങ്ങനെ മക്കളെ നെക്സ്റ്റ് കാറ്റഗറി എന്താ? സിംഗിൾ ബോണ്ട്. ഇപ്പൊ എങ്ങനെയാ സാറ് പറഞ്ഞത്? കാർബണിന്റെ അടിയിലെ N-ന്റെ കൂടെ ഡബിൾ ആയി ഹൈഡ്രജൻ വന്നു, അതിലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏതായിരിക്കോടാ? ആൽക്കെയിൻ എന്ന കാറ്റഗറി, സിംഗിൾ ബോണ്ട് കാറ്റഗറിയാ. ഇനി സാർ ട്രിപ്പിൾ ബോണ്ട് ഇപ്പൊ എന്താ പറഞ്ഞത്? CN-ന്റെ കൂടെ H-ലെ CN എത്രയാണോ അതിന് ഡബിൾ ആണ് ഹൈഡ്രജൻ, അതിന് 2 കുറച്ച് കഴിഞ്ഞാലാണ് അത് ഏത് കാറ്റഗറി വരികടാ? ട്രിപ്പിൾ ബോണ്ട് കാറ്റഗറി അഥവാ ത്രിബന്ധനം എന്ന് പറയും. റെഡിയാണോടാ? സോ അങ്ങനെ നോക്കിക്കോടാ. C10 ല്ലേ, 10ന് ഡബിൾ ആരാടാ? 20. 20 2 കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആൽക്കെയിൻ കിട്ടും. 20 2 കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 18 കിട്ടും. സോ അങ്ങനെയാണ് ഇവിടെ കിട്ടിയത്. 18 കിട്ടിയത്. അപ്പൊ ഏത് ബോണ്ടാ? അപ്പൊ ഏതായിരിക്കും? ആൽക്കെയിൻ കാറ്റഗറിയാ. C10H18. നെക്സ്റ്റ് നോക്കിക്കോട്ടോടാ. C5H10. എടാ 5ന്റെ ഡബിൾ ആരാടാ? 10. 10ന്ന് 2 കൂട്ടി കഴിഞ്ഞാൽ 12 അല്ലേ? പിന്നെ 10 ആയി കഴിഞ്ഞാൽ ആൽക്കീനാണ്. 2 കൂട്ടി കഴിഞ്ഞാൽ 12 ആകുമ്പോൾ ആൽക്കെയിൻ AN ആണ് അല്ലേ? 10 ആയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് EN ആ. ഇനി 2 കുറച്ച് കഴിഞ്ഞാലോ? അപ്പൊ ഇത്രയും 8 വരും. 8 വന്നു കഴിഞ്ഞാൽ ഏതായിരിക്കും? ആൽക്കൈൻ അല്ലെ, YN കാറ്റഗറി. നമ്മൾ നോക്കട്ടോ. 8 ആണ്. പറഞ്ഞോളൂ, അത് ആരാണ്? C5H8. നമ്മൾ നെക്സ്റ്റ് നോക്കിക്കോട്ടോടാ. 2 അല്ലേ? 2ന്റെ പകുതി, സോറി 2ന്റെ ഡബിൾ ആരാണോടാ? 4. അല്ല 4 ആണെങ്കിൽ എന്താണ്? EN കേട്ടോ. ഇനി നോക്കിക്കോ, 2 കൂട്ടിക്കഴിഞ്ഞാൽ 6 ആവുമ്പോ അതേതാണ്? AN. ഇനി 4ന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ C2H2. അപ്പൊ ഏതാണ്? YN. ഇനി നമുക്ക് ഇവിടെ ഏതാണ്? C2H6. അപ്പൊ പറയാ അത് ആരാണ്? ഇവന്മാരാണ്. AN കാറ്റഗറിയാ. ഓക്കെ അല്ലേ? എടാ ഇങ്ങനെയാണെടാ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്യേണ്ടത്. സോ ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറയുന്ന സമയത്തിന് 5 മിനിറ്റ് ഒക്കെ എത്തേക്കും. പക്ഷെ എന്താ ചെയ്യാ, എൻ്റെ മക്കൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞിന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഹോംവർക്ക് തരാം. നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ മക്കളെ. ഇവിടെ കുറച്ച് തരാം. അത് നിങ്ങൾ ഏത് കാറ്റഗറി പറഞ്ഞു തരണം കേട്ടോ. നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. C7H14, C6H14, പിന്നെ അതുപോലെ തന്നെ C4H8, പിന്നെ അതുപോലെ തന്നെ C9H20. ഓക്കെ അല്ലേ? പിന്നെ ഒന്നും കൂടി തരാം കേട്ടോ, ലാസ്റ്റ് വൺ. ഏത് തരാം? C7H12. ഓക്കെ അല്ലേ? നിങ്ങൾ മക്കളെ കമൻറ്റ് ബോക്സിൽ എന്താ ചെയ്യുക, അറിയിക്കത് ഏത് കാറ്റഗറിയാ. പവർ ആണെങ്കിൽ, തംസപ്പ് ആണെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് ഉത്തരം അറിയിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒരു ലൈക്ക് അത് MRന്റെ വകയായിരിക്കും കമൻറ്റ് ബോക്സിൽ. റെഡി ആണോടാ? സോ നോക്കിക്കോ മക്കളെ. ഇനി നമുക്ക് നെയിമിങ്ങിലേക്ക് വരാം കേട്ടോ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഓർഗാനിക്കിൻ്റെ IUPAC നോമൻക്ലേച്ചർ. എന്താണ് IUPAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്റർനാഷണൽ യൂണിയൻ പ്യുവർ അപ്ലൈഡ് കെമിസ്ട്രി. റെഡിയാണോ? എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ കേട്ടോ, ഇന്ത്യൻ എന്നാരും ഉദ്ദേശിക്കരുത്, തെറ്റാണ് കേട്ടോ. പല കുട്ടികളോട് ഞാൻ ചോദിച്ച സമയത്തില്ല എന്താണ് IUPAC എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു സാർ ഇന്ത്യൻ യൂണിയൻ. ഞാൻ പറഞ്ഞു തെറ്റാണ്, അവിടെ ഇരുന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ പ്യുവർ അപ്ലൈഡ് കെമിസ്ട്രി.
റെഡിയാണോ? സോ IUPAC മറന്ന് പോരുത് കേട്ടോ. നോക്കിക്കോ നെക്സ്റ്റ് ചോദിക്കോ നെയിമിംഗ് ഓഫ് ആൽക്കെയിൻസ് വിത്തൗട്ട് ബ്രാഞ്ച്. എടാ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആരാ? ശാഖ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. CH3 മീഥൈല്, CH3 CH2 ഈഥൈല്. റെഡിയാണോ? നോക്കിക്കോ നമുക്ക് ഇവിടെ എന്താണ് നെയിമിംഗ് ഓഫ് ആൽക്കെയിൻ വിത്തൗട്ട് ബ്രാഞ്ച്. ബ്രാഞ്ച് ഇല്ലാതെ ശാഖകളില്ലാതെ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? നോക്കിക്കോ അങ്ങനെയാണ് മക്കളെ വേർഡ് റൂട്ട് എത്രയാണോ ഉള്ളത്, എത്ര കാർബൺ ആണോ ഉള്ളത് അത് പ്ലസ് എന്താണ് ANE. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം മക്കളെ. CH3 CH2 CH2 CH3 മക്കളെ ഇവിടെ എത്ര കാർബൺ ഇടാ? 4 കാർബൺ. വേർഡ് റൂട്ട് എത്രടാ? ബ്യൂട്ട് അല്ലേ? ബ്യൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് AN ഇട്ട് കൊടുക്കുക? ബ്യൂട്ടൈൻ. സിമ്പിൾ. നെക്സ്റ്റ് ആണ് നോക്കിക്കോ CH3 CH2 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 CH3 1 2 3 4 5 6 എത്ര കാർബൺ ഇടാ? 6 കാർബൺ അല്ലേ? അപ്പൊ എന്ത് പറയടാ? ഹെക്സൈൻ. എക്സ് ഇട്ടിട്ട് കൊടുക്കുക എന്നിട്ട് എന്തിട്ട് കൊടുക്കുക? ANE. റെഡിയാണോ? ഇനി നെക്സ്റ്റ് നോക്കിക്കോ CH3 CH2 CH3 കൗണ്ട് ചെയ്തോളി. 1 2 3 അല്ലേ? 1 2 3 അല്ലേ? 3 എത്ര? പ്രൊപ്പ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്തിട്ട് കൊടുക്കുക? ANE. നിസ്സാരം. നിസ്സാരം അല്ലേ? നിസ്സാരം അല്ലേ? നെക്സ്റ്റ് ചോദിക്കോ മക്കളെ നെയിമിംഗ് ഓഫ് 1 ബ്രാഞ്ച്. ഒരു ശാഖയുള്ള ഹൈഡ്രോ കാർബണിന് എങ്ങനെ പേരെഴുതാം? അല്ലെങ്കിൽ പേര് ഇട്ട് കൊടുക്കാം. റെഡിയാണോ? നമ്മളെല്ലാവരും പേരിട്ട് കൊടുക്കുന്നതിലൊക്കെ നമ്മൾ എടുക്കന്മാരാണല്ലേ? ക്ലാസ് റൂമിലൊപ്പം അല്ലേ? ഒപ്പമുള്ള സുഹൃത്തിന് നമ്മൾ പല പേരിട്ട് കൊടുക്കും അല്ലേ? കുറേ ആൾ ടീം ഉണ്ടാവും. ഞാനൊക്കെ എൻ്റെ ക്ലാസ് റൂമിലൊക്കെ ഉള്ള സമയത്തില്ലേ ഞങ്ങൾക്കൊക്കെ പല പല പേരായിരിക്കും. പെരിയിൽ വേറെ പേര്, പിന്നെ സ്കൂളിൽ വേറെ പേര്, ക്ലാസ് റൂമിൻ്റെ ബെഞ്ചുകളിൽ വേറെ പേര്, അങ്ങനെ പല പല പേരായിരിക്കും. സോ പേരിടാൻ നമ്മൾ പണ്ടേ മിടുക്കന്മാരാ. സോ അങ്ങനെ ആ മിടുക്ക് നമ്മൾ എവിടെയും കൊണ്ടുവരടാ? ഓർഗാനിക്കിലെ IUPAC നോമൻക്ലേച്ചറിലും പേരിട്ട് കൊടുക്കാൻ നമ്മൾ ഒരിക്കലും പിന്നിലാവരുത് അല്ലേ? പിന്നിലൊരിക്കലും ആവരുത് അല്ലേ? ചരിത്രങ്ങൾ ഒരിക്കലും മാറി മറിയരുത്. സോ IUPACന്റെ പേരിട്ട് കൊടുക്കാൻ ഈ MR മെന്ററിൽ നിങ്ങൾക്ക് സെറ്റാക്കി തരും. റെഡിയാണോടാ? സോ നോക്കിക്കോ നെക്സ്റ്റ് നോക്കിക്കോ നെയിമിംഗ് ഓഫ് 1 ബ്രാഞ്ച്. ഒരു ശാഖയുള്ളത്. റെഡിയാണോ? അത് മക്കളെ മീഥൈലും വരാം ഈഥൈലും വരാം കേട്ടോ. ഞാൻ ഫസ്റ്റ് നിങ്ങളെ പഠിപ്പിക്കുന്ന ആരെ പറ്റിയിട്ടാണ്? മീഥൈലിന്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. നോക്കിക്കോ CH3 CH2 CH3 CH3 ഓക്കെ അല്ലേ മക്കൾ? ഇവിടെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഏത് ബ്രാഞ്ച് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞുതരാം. CH3 എന്ന് പറഞ്ഞ ബ്രാഞ്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് പേരിട്ട് കൊടുക്കാം. 1 2 3 4 പറഞ്ഞോളൂ മക്കളെ. പേരെന്താ വരും? ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്തായിരിക്കും? 3. എന്നിട്ട് എന്തിട്ട് കൊടുക്കുക? ഒരു ഹൈഫൺ ഇട്ട് കൊടുക്കുക. ഏതാ ബ്രാഞ്ചടാ? CH3 അല്ലേ? മീഥൈൽ. റെഡിയാണോ? സോ എത്ര കാർബൺ ഉണ്ട് കുഞ്ഞോ? 4 കാർബൺ അല്ലേ? പാരന്റ് ചെയിനിൽ 4 കാർബൺ അല്ലേ? 1 2 3 4. സോ ബ്യൂട്ട് ഒക്കെ എന്ത് ബോണ്ടാണെടാ? സിംഗിൾ ബോണ്ടാണ്. ANE. സോ ഇങ്ങനെയാണ് നമ്മൾ പേരിട്ടെടുക്കേണ്ടത്. എന്നാൽ ഈ പേരെന്താണെടാ? തെറ്റാണ്. ഇത് തെറ്റാണ്. കാരണം എന്തുകൊണ്ടാണ്? കാരണം മക്കളെ ജനറൽ ആയിട്ട് ഒരു റൂൾ ഉണ്ടടാ IUPAC നോമൻക്ലേച്ചറിന് മക്കളെ. ദ ബ്രാഞ്ച് ഷുഡ് ബി ഒബ്റ്റെയിൻ ഇൻ എ ലോവസ്റ്റ് നമ്പർ. അതായത് ശാഖകൾക്ക് എന്ത് കൊടുക്കണടാ? കുറഞ്ഞ നമ്പർ കൊടുക്കണം. റെഡിയാണോ? അപ്പടാ ഇവിടുന്ന് ഇങ്ങനെ ഉള്ള സമയത്ത് ശാഖക്ക് എത്ര കിട്ടിയതടാ? ബ്രാഞ്ചിന് എത്രാമത്തെ കാർബൺമേ ബ്രാഞ്ച് ഉള്ളത്? 3ാമത്തെ കാർബൺമേല്ലേ? എടാ വേറെ രീതിയിൽ നമുക്ക് എണ്ണി നോക്കല്ലേടാ? വേറെ രീതിയിൽ നമുക്ക് എണ്ണി നോക്കല്ലേ? നോക്കിക്കോളിട്ടോ മക്കളെ, നോക്കിക്കോളിങ്ങള്. നിങ്ങൾ നോക്കിക്കോളിട്ടോ. നോക്കിക്കോ 1 2 3 4. അപ്പൊ നോക്കിക്കോ മക്കളെ തിരിച്ചെണ്ണി. അപ്പൊ ബ്രാഞ്ചിന് എത്രാമത്തെ? ബ്രാഞ്ച് ഏത് കാർബണിയാടാ? 2ാമത്തെ കാർബൺമേല്ലേ? സോ അങ്ങനെയാണ് ഈ കുഞ്ഞോ എന്ത് പേരെടുക്കടാ? 2 അല്ലേ? 2ാമത്തെ ബ്രാഞ്ചിന്റെ പേരെന്താണെടാ? മീഥൈൽ. 2 മീഥൈൽ. എത്ര കാർബൺ ഉണ്ടടാ? എത്ര കാർബൺ ഉണ്ട്? 4 കാർബണ്. ബ്യൂട്ട്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഏതായിരിക്കും? ANE. റെഡിയാണോ? സെറ്റാണോ? സോ നോക്കിക്കോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോടാ. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാലേ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്ത് കിഡ്ലനാണ് ആക്കി തരും. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി വേറെ ഒരു ബുക്ക് നോക്കണ്ട, വേറെ ഏത് വീഡിയോ നോക്കണ്ട, വേറെ സ്കൂളിലത്തെ ഏത് ബുക്കും നോക്കണ്ട. ഞാൻ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി പുഷ്പമാക്കി തരും. നോക്കിക്കോ നെക്സ്റ്റ് നോക്കിക്കോട്ടോടാ. CH3 CH2 CH3 CH2 CH3. ഓക്കെ അല്ലേ?
സെയിം ക്വസ്റ്റ്യനാ അല്ല, ക്വസ്റ്റ്യൻ മാറ്റണ്ട്, കാണിച്ചരാ നോക്കോ. നമ്മൾ ആദ്യം UPSC നോമിനൽച്ചർ കിട്ടിക്കഴിഞ്ഞാലേ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും? പൊസിഷൻ നമ്പർ ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ തിരിച്ചു മറിച്ചുണ്ടോ നോക്കിക്കോളി. 1 2 3 4 5 അമ്മേ. ഓക്കെ, സോ 5 റെഡിയാണോ? സോ 5 അല്ലേ, ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ എത്രടാ? 5. അതിലടാ ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രയടാ? യെസ്, മൂന്നാമത്തെ പൊസിഷനാണ് മക്കളെ ബ്രാഞ്ചിന്റെ പൊസിഷൻ. റെഡിയാണോ? സോ നിങ്ങൾ നോക്കിക്കോ, തിരിച്ചുണ്ട് നോക്ക്. 1 2 3 അപ്പോഴും ബ്രാഞ്ചിന്റെ പൊസിഷൻ എത്രടാ? 3 ആണ്. സോ അങ്ങനെ പേര് കൊടുക്കടാ. യെസ്, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് എത്രടാ? 3. പറയും ഏതാ ബ്രാഞ്ച്? മീഥൈൽ ബ്രാഞ്ച്. CH3 പറയുന്ന പേര് മീഥൈൽ ബ്രാഞ്ച്. 3 മീഥൈൽ. എത്ര കാർബൺ ഇടാ? പെന്റ്. 5 കാർബൺ പെന്റ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് കൊടുക്കണടാ? ANE. കിടിലനാണോ? നോക്കിക്കോ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. CH3 CH2 CH CH2 CH CH3 CH2 CH3. ഓക്കെ അല്ലേ? സോ നോക്കിക്കോട്ടോടാ. 1 2 3 4 5 6. ആണോ? ആണ്. ഇങ്ങോട്ട് നോക്കടാ, നാലാമത്തെ കാർബൺ അല്ലേ ആരുള്ളത്? ബ്രാഞ്ച് ഉള്ളത്. തിരിച്ചെണ്ണി നോക്ക. MRന്റെ മക്കളെ തിരിച്ചു മറിച്ചെണ്ണണം. അതാണ് അതിന്റെ ഒരു ഐശ്വര്യം. നോക്കോ, 1 2 3 4 5 6. അപ്പോൾ നോക്കടാ, ഏതിമേടാ? മൂന്നാമത്തെ കാർബണിന്. അപ്പൊ ഞാൻ MR എന്താ പറഞ്ഞത്? ലോവസ്റ്റ് നമ്പർ ഓഫ് കാർബണിന് അല്ലെ, ലോവസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ച് ഷുഡ് ബി സെലക്ടഡ് അല്ലെ. അപ്പൊ ലോവസ്റ്റ് നമ്പർ ഏതാ കിട്ടുന്നതെടാ? 3 ആണല്ലോ കിട്ടുന്നത് അല്ലെ. ഇങ്ങനെ എണ്ണുമ്പോ 4, ഇങ്ങനെ എണ്ണുമ്പോ എത്ര? 3 ആണ്. സോ പറഞ്ഞോളിടാ, പേര് പറഞ്ഞോളി. 3 മീഥൈൽ അല്ലെ, കാരണം CH3 ബ്രാഞ്ച് അല്ലേ, മീഥൈൽ. എത്ര കാർബൺ ഉണ്ടടാ? എത്ര കാർബൺ ഉണ്ട്? 6 കാർബണ്. ഹെക്സ്. എന്നിട്ട് എന്തിട്ട് കൊടുക്ക? AN ഇട്ട് കൊടുക്ക. സെറ്റപ്പാണോ കുട്ടാപ്പൂ? സോ നെക്സ്റ്റ് വന്ന് നോക്കിക്കോ. നെക്സ്റ്റ് മീഥൈൽ ബ്രാഞ്ചിന്റെ കാറ്റഗറി മക്കളെ. ഒരൊറ്റ മീഥൈൽ ബ്രാഞ്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കോളൂ. അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല് ആ ലോവസ്റ്റ് നമ്പർ നോക്കണം അല്ലെ. തിരിച്ചും മറിച്ചിടണം. എന്നിട്ട് എന്ത് കിട്ടണം? ലോവസ്റ്റ് നമ്പർ കിട്ടണം. അതിനാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരും ശരിയാണ് കരുതി ഞാൻ തെറ്റാണ് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് പറഞ്ഞത്. സോ അങ്ങനെ ആയിരിക്കും നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ സമയത്ത് തെറ്റുകൾ ആദ്യം പഠിക്കണം. ഒരിക്കലും ശരി ഉത്തരമല്ല, തെറ്റുകൾ ആദ്യം പഠിക്കണം. ആ തെറ്റുകളിൽ നിന്ന് ശരി ഉത്തരം മനസ്സിലാക്കണം നിങ്ങൾ. റെഡിയാണോ? അപ്പൊ ഇത്രയും പറഞ്ഞില്ല നമ്മൾ എന്താ നോക്കേണ്ടത്? ലോവസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ച് അല്ലെ. ബ്രാഞ്ചുകൾക്ക് എന്ത് കിട്ടണം? ലോവസ്റ്റ് നമ്പർ എന്തെങ്കിലും കിട്ടും. അപ്പൊ തിരിച്ചും മറിച്ചിടണം ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ. MRന്റെ മക്കൾ അങ്ങനെയൊന്നും എന്ത് ചെയ്യുന്നില്ല, തെറ്റിക്കൂല എന്ന് വിശ്വാസമുണ്ട് അല്ലേ. സോ നോക്കിക്കോ, നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ. ഈഥൈൽ ബ്രാഞ്ച് എന്തെങ്കിലും എന്താ ചെയ്യാൻ നോക്കിക്കോട്ടോടാ. ഈഥൈൽ ബ്രാഞ്ച് എടാ, ഈഥൈൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ആരാടാ? യെസ്, CH3 CH2 ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് മക്കളെ ഈഥൈൽ ബ്രാഞ്ച് എന്ന് പറയും. അറിയണോ? CH3 CH2 ബ്രാഞ്ചിനെ പറയുന്ന പേരെന്താടാ? ഈഥൈൽ ബ്രാഞ്ച്. നോക്കില്ല നമുക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിക്കോ. CH3 CH2 CH സിംഗിൾ ബോണ്ട് CH2 CH3 CH3. എടാ ഈ ക്വസ്റ്റ്യൻ മിക്ക കുട്ടികളും തെറ്റിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നതും. റെഡിയാണോ? സോ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് 1 2 3 4 ഓക്കെ, 1 2 3 4 എങ്ങനെ ഉണ്ടെങ്കിൽ ഈഥൈൽ ബ്രാഞ്ച് എത്രാമത്തെ കാർബൺ വേണേ? രണ്ടാമത്തെ കാർബൺ വേണേ നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ സമയത്ത് 3ഉം ഇങ്ങനെ സമയത്ത് 2. നമ്മൾ എന്ത് സ്വാഭാവികം 2 സെലക്ട് ചെയ്യും. എന്നിട്ട് പറയും 2 ഈഥൈൽ ബ്യൂട്ടൈൻ എന്ന് പറയും. സോ ഉത്തരം അത് തെറ്റാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബ്രാഞ്ചിന്റെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളൂ. മറ്റൊരു സ്ട്രേറ്റ് ചെയിൻ ആയിരുന്നു ഒരു മീഥൈൽ ബ്രാഞ്ച്, ഒരു കുഴപ്പമില്ല. പക്ഷെ എപ്പോൾ മനസ്സിലാക്കണം മക്കളെ, എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈഥൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചും മറിച്ചെണ്ണണം. കാരണം നമ്മൾ ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്താടാ? ലോവസ്റ്റ് നമ്പർ ഓഫ് കാർബൺ ചെയിനിന്റെ കൂടെ, ഇത് ലോവസ്റ്റ് നമ്പർ ഓഫ് ബ്രാഞ്ചിന്റെ കൂടെ തന്നെ അതിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലെ ലോങ്സ്റ്റ് നമ്പർ ഓഫ് ഹൈഡ്രോ കാർബൺ ചെയിൻ ഷുഡ് ബി സെലക്ടഡ്. അതായത് ഹൈഡ്രോ കാർബൺ ചെയിനിൽ കാർബണിന്റെ ആറ്റം, കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഏതിനാണോ കൂടുതൽ അതായിരിക്കണം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, ഹൈഡ്രോ കാർബൺ ചെയിൻ ഒരു ചെയിൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ലോങ്സ്റ്റ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ചെയിൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അത് മറന്നു പോരുത് മക്കള്. റെഡിയാണോ? സോ ബ്രാഞ്ചിനെക്കാട്ടിലും നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ത് കൊടുക്കണടാ? ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിന്റെ ലോങ്സ്റ്റ് ചെയിൻ, അതായത് ലോങ്സ്റ്റ് നമ്പർ ഓഫ് കാർബൺ ചെയിൻ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ആദ്യം മറന്നു പോരുത്. റെഡി ആണോടാ? സോ നിങ്ങൾ നോക്കിക്കോട്ടോ, ഞാൻ ഇങ്ങനെ എണ്ണാൻ വേണ്ടി പോവാട്ടോ. 1 2
3 4 5 നേരത്തെ തന്നെ അപ്പൊ നമുക്ക് 4 കാർബൺ കിട്ടിയത് അല്ലെ. ഈ രീതിയിൽ തന്നെ സമയത്ത് എന്ത് കൊടുക്കണടാ, അവിടെ എത്ര കാർബൺ ഇടാ, 5 കാർബൺ ഉണ്ട്. അപ്പൊ മക്കളെ നിങ്ങൾ എന്ത് നോക്കിയാൽ മതി, ട്രിക്ക് ഇത്രേ ഉള്ളൂ. ഈതയിൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ തിരിച്ചു മറിച്ചിടണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാതെ ഇങ്ങനെയൊക്കെ എണ്ണി വെക്കണം. റെഡിയാണോ അല്ലെ? ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഇനി കുറച്ച് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ പോകും, അങ്ങനെ പറ്റൂല കേട്ടോ അല്ലെ. ഇങ്ങനെയൊക്കെ വെച്ച് ചെയ്യാം. അതേപോലെ തന്നെ എന്താ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നോക്കുക 1 2 3 4 അവിടെ ആവുക. 1 2 3 4 5 ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് എന്തോ മാറുള്ളൂ, 5 ആയി മാറുകയുള്ളൂ. റെഡിയാണോ? സോ അപ്പൊ ഈതയിൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ മക്കൾ തിരിച്ചു മറിച്ചെണ്ണണം, എന്നാലുള്ളൂ മക്കൾ എന്ത് കിട്ടുള്ളൂടാ, ഉത്തരം കണ്ടെത്താൻ കഴിയുള്ളൂ കേട്ടോ. സോ നോക്കിക്കോ, നിങ്ങൾ നോക്കിക്കോ മക്കളെ, ഇവിടെ നോക്കിക്കോ. അപ്പൊ ഏതിനുമേ ബ്രാഞ്ച് ഉള്ളത് ഇടാ, മൂന്നാമത്തേമല്ലേ. സോ മൂന്നാമത്തേമേ ഏതാ ബ്രാഞ്ച് ഉള്ളത്, ഇപ്പം CH3 കണ്ടു കഴിഞ്ഞാൽ ഈതയിൽ ബ്രാഞ്ച് ആയിരിക്കും. പക്ഷെ നമ്പറിങ് എണ്ണി കഴിഞ്ഞാൽ മക്കളെ അത് എന്ത് ബ്രാഞ്ച് ആയി മാറൂടാ, മീതയിൽ ബ്രാഞ്ച് ആയി മാറും. സോ 3 മീതൈൽ എത്ര കാർബൺ ഇടാ, എത്ര കാർബൺ ഉണ്ട്, 5 കാർബൺ. പെന്റ് എന്നിട്ട് എന്താണ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്, ANE. റെഡിയാണോ? സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ, ഈതയിൽ ബ്രാഞ്ച് വെച്ചിട്ട് തന്നെ. എടാ ഇവിടെ നോക്കിക്കോ, 1 2 3 4 5 6 അല്ലേ. എടാ ഇങ്ങനെ നേരേണ്ട സമയത്ത് നമുക്ക് എത്ര കിട്ടി, 6 ആണ് കിട്ടിയത്. എടാ തിരിച്ചെണ്ണി നോക്കടാ, 1 2 3 4 5 അല്ലെ. ഇങ്ങനെ എണ്ണ സമയത്ത് നമുക്ക് 5 കിട്ടുന്നത്. ഇങ്ങനെ നോക്കാം, 1 2 3 4 5 6. എടാ ഇങ്ങനെ എണ്ണയപ്പോൾ നമുക്ക് 6 കിട്ടുന്നത്. ഇങ്ങനെ എണ്ണ സമയത്ത് നമുക്ക് എത്ര കിട്ടുന്നത്, 6 ആണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ, എടാ നമ്മൾ സ്ട്രെയിറ്റ് എണ്ണ സമയത്ത് 6, ഈ രീതിയിൽ എണ്ണ സമയത്ത് നമുക്ക് എന്താണ്, 6 കിട്ടുന്നത്. സോ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസൺ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിലടാ നമ്മൾ ലോവസ്റ്റ്, നമ്മൾ ഏറ്റവും പാരന്റ് ചെയിനായി സെലക്ട് ചെയ്യണം മക്കളെ. എപ്പോഴും എന്തായിരിക്കും, സ്ട്രെയിറ്റ് ചെയിൻ ആയിരിക്കണം. അതായത് കാർബൺ ആറ്റയുടെ എണ്ണത്തിനായിരിക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇവിടെ 2 രീതിയിൽ 2 സമയത്ത് നമുക്ക് കാർബൺ ആറ്റം എന്താണ്, സെയിം ആണ് അല്ലെ. സ്ട്രെയിറ്റ് ആയിരുന്ന സമയത്ത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം 6 ആണ് അല്ലെ. ഈ രീതി എണ്ണ സമയത്ത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്ര, 6 ആണ്. സോ 2 രീതി എണ്ണ സമയത്ത് കാർബൺ ആറ്റത്തിന്റെ എണ്ണം എത്ര ചെയ്യുന്നുടാ, 6 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളി മക്കളെ. സോ നമ്മൾ ചെയിൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്താടാ, സ്ട്രെയിറ്റസ്റ്റ് ചെയിൻ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കാർബൺ ആറ്റയുടെ എണ്ണം സെയിം ആണെങ്കിൽ മാത്രം. റെഡി ആണോ? സോ അങ്ങനെ മക്കളെ നമ്മൾ ചെയിൻ സെലക്ട് ചെയ്യണ്ട, ഈ ഒരു നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന ചെയിനെ സെലക്ട് ചെയ്യണം. റെഡി ആണോ? സോ അങ്ങനെ പേരിട്ട് കൊടുക്കടാ, 1 2 3 4 5 6. സോ ബ്രാഞ്ച് എത്രാമത്തിമേ മക്കളെ, മൂന്നാമത്തിമേ. സോ നമ്മൾ എന്ത് പറയടാ, 3 മീതൈൽ അല്ലെ. 3 മീതൈൽ, മീതൈൽ അല്ലല്ലോ, സോറി ഈതൈൽ അല്ലേ വരിക. കാരണം CH3 CH2 എന്ന് പറയുന്ന ബ്രാഞ്ച് ഏതാണ്, ഈതൈൽ ബ്രാഞ്ച്. 3 ഈതൈൽ എത്ര കാർബൺ ഇടാ, 6 കാർബൺ. നമ്മൾ എന്ത് പറയടാ, ഹെക്സ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. റെഡിയാണോ? ഇങ്ങനെയാണ് നമ്മൾ പേരിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ, ഈതൈൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ. ഓക്കെ അല്ലടാ. നെക്സ്റ്റ് ഒന്ന് നോക്കിക്കോടാ. ഇനി നമുക്ക് നോക്കടാ, ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിടാ 2 CH3 വന്നു, മേലും തായി എത്ര CH3 വന്നുടാ, 2 CH3 മേലും തായും വന്നു. റെഡിയാണോ? അപ്പൊ നമ്മളങ്ങനെ പേര് കൊടുക്കാം. നോക്കിക്കോ എടാ, CH3 CH2 CH സിംഗിൾ ബോണ്ട് CH3. ഓക്കെ, സിംഗിൾ ബോണ്ട് CH3, സിംഗിൾ ബോണ്ട് CH3 CH3 CH2 CH3. റെഡിയാണോ? സോ ഇവിടെ നമ്മൾ എവിടെ നോക്കിക്കോ, ഒരൊറ്റ കാർബൺ ചെയിനിൽ തന്നെ 2 മീതൈൽ ബ്രാഞ്ച് വന്നു അല്ലെ. നേരത്തെ കേസിൽ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. നേരത്തെ കേസിൽ ഒരു ഈതൈൽ ബ്രാഞ്ച്, ഒരു മീതൈൽ ബ്രാഞ്ച് മാത്രം വന്നിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിക്കോടാ, ഒരു ഹൈ കാർബൺ തന്നെ എന്താണ്, 2 മീതൈൽ ബ്രാഞ്ച് വന്നു. അങ്ങനെ നോക്കിക്കോ, അപ്പൊ പേരിട്ട് കൊടുക്കുക. നോക്കിക്കോ, അതെ 1 2 3 4 5. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കൾ ശ്രദ്ധിക്കണടാ. ഈ ഒരു മൂന്നാമത്തെ കാർബൺ തന്നെ എത്ര മക്കളെ, എത്ര CH3 ഉണ്ടടാ, 2 CH3 ഉണ്ട്. സോ നമ്മൾ എന്ത് പറയടാ, 3,3 അല്ലേ. 2 CH3, 2 കാർബൺ ചെയിൻ ഒരേപോലെ 2 ഹൈഡ്രോ കാർബണിന്റെ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഡൈ. ഇനി 3 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ട്രൈ ഉപയോഗിക്കും. റെഡി ആണോടാ? സോ അവിടെ 3,3 ഡൈ മീതൈൽ എത്ര കാർബൺ ഇടാ, 5 കാർബൺ അല്ലേ. പെന്റ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താണ്, ANE. റെഡി ആണോ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ, നോക്കിക്കോളി. CH3 CH2 CH2 CH സിംഗിൾ ബോണ്ട്. സോ CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 CH2 CH സിംഗിൾ ബോണ്ട് CH3 CH സിംഗിൾ ബോണ്ട് CH3 CH3. റെഡിയാണോ? സോ ഇവിടെ നോക്കിക്കോടാ, 3 ബ്രാഞ്ച് വന്നു. എടാ ഒരേപോലെയുള്ള 3 ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, എടാ ട്രൈ ഉപയോഗിക്കണം. നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. നോക്കിക്കോ, 1 2 3 4 5 6 7 8.
റെഡിയാണോ? സോ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ എണ്ണ സമയത്ത് ബ്രാഞ്ച് ഇത്രയ്ക്ക് വന്നോടാ 4 വന്നു, 6 വന്നു, 7 വന്നു. ഈ തിരിച്ചാണ് കേട്ടോടാ 1 2 3 4 5 6 7 8. എടാ തിരിച്ചൊരു സമയത്ത് ബ്രാഞ്ച് ഇതൊക്കെ വന്നോടാ 2 3 5 2 3 5 റെഡിയാണോ? സോ അങ്ങനെ മക്കളെ നമ്മൾ ലോവസ്റ്റ് നമ്പറിൽ സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് സെലക്ട് ചെയ്യടാ 2 3 5 ആണ് സെലക്ട് ചെയ്യുക. സോ പറയടാ 2 3 5. മക്കളെ എത്ര CH3 ഉണ്ട്? ഒരേപോലെ 3 അല്ലടാ. 3 ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയടാ ട്രൈ എന്ന് പറയും. പിന്നെ എന്താടാ CH3 അതുകൊണ്ട് അതിന് എന്ത് പറയടാ മീഥൈൽ. എന്താടാ മീഥൈൽ. റെഡിയാണോ? അപ്പൊ 2 3 5 ട്രൈ മീഥൈൽ. എത്ര കാർബൺ ഉണ്ടാ 8 കാർബൺ. നമ്മൾ എന്ത് പറയടാ ഒക്ട് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്ത് പറയടാ ANE. ക്ലിയർ ആണോടാ? ഐഡിയ കിട്ടിയോ? സോ നെക്സ്റ്റ് ഒരു ടോപ്പിക് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യടാ ഐസോമറിസം എന്ന് ഡിസ്കസ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് വരിക ഫംഗ്ഷൻ ഗ്രൂപ്പിലേക്ക് വരും കേട്ടോ. ഐസോമറിസം. എടാ എന്താണ് ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ട് കോമ്പൗണ്ടുകൾ, രണ്ട് സംയുക്തങ്ങളുടെ തന്മാത്ര സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല സെയിമും. എന്താടാ രണ്ട് സംയുക്തങ്ങളുടെ തന്മാത്ര സൂത്രം മോളിക്കുലാർ ഫോർമുല എന്താടാ സെയിമും, പക്ഷെ അതിന്റെ രാസഭൗതിക ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്താടാ ഡിഫറെന്റുമാണെങ്കിൽ അത്തരത്തിലുള്ള കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണടാ ഐസോമേഴ്സ് അഥവാ ഐസോമറിസം. അവർ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണടാ ഐസോമറിസം. റെഡിയാണോടാ? റെഡിയാണോ? സോ ഐസോമറിസത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് മക്കളെ ആരെ പറ്റിയിട്ടാ ചെയിൻ ഐസോമറിസം. റെഡിയാണോ? ശാഖയുടെ ഐസോമറിസം അഥവാ ചെയിൻ ഐസോമറിസം അഥവാ ശാഖ ഐസോമറിസം. എടാ എന്താണ് ചെയിൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം മക്കളെ, ഇത് ശ്രദ്ധിക്കണം. അതായത് ഒരു വലിയൊരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺ ചെയിന്റെ തന്മാത്ര സൂത്രം മാറ്റാതെ തന്നെ അതിനെ ബ്രാഞ്ച് ആക്കി മാറ്റുകയാണെങ്കിൽ, ശാഖകളാക്കി മാറ്റുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ചെയിൻ ഐസോമറിസം. സിമ്പിൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോട്ടെ മക്കളെ. CH3 CH2 CH2 CH3 റെഡിയാണോടാ? സോ ഇവിടെ മക്കൾ എത്ര കാർബൺ ഇടാ 4 കാർബൺ ഉണ്ട്. എടാ 3 4 5 6 അല്ലേ? ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ടാ 10 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ മോളിക്കുലാർ ഫോർമുല എത്രടാ തന്മാത്ര സൂത്രം എത്ര C4H10. നമ്മൾ തന്മാത്ര സൂത്രം മാറ്റാതെ തന്നെ അതിന്റെ ചെയിൻ മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അല്ലെ സ്ട്രൈറ്റ് ചെയിൻ മാറ്റിക്കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ചെയിനിൽ ഒന്ന് ബ്രാഞ്ച് ഒക്കെ കിട്ടുമോ എന്ന് കരുതിക്കോ. ചെയിൻ ഞങ്ങൾ വ്യത്യാസപ്പെടുത്താനൊക്കെ നമ്മൾ വലിയ കൈവല്ലടാ, നല്ല കൈവില ആളുകളല്ലേ വ്യത്യാസപ്പെടുത്താനൊക്കെ. ഓക്കെ, അപ്പൊ നോക്കിക്കോ CH3 നോക്കിക്കോ CH3 CH3 ഓക്കെ അല്ലേ? സോ അങ്ങനെ ഇവിടെ എത്ര കാർബൺ ഇടാ? യെസ്, ടോട്ടൽ എത്ര 4 കാർബൺ 3 6 9 10 അല്ലേ? എത്ര ഹൈഡ്രജൻ ഇടാ 10 ഹൈഡ്രജന്. സോ ഇതാണ് മക്കൾ എന്താടാ ചെയിൻ ഐസോമറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്ട്രൈറ്റ് ചെയിൻ മാറ്റി ബ്രാഞ്ച് ആക്കി മാറ്റി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് മക്കളെ എന്താടാ ചെയിൻ ഐസോമറിസം എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോടാ? സെറ്റ് ആണോ? ഐഡിയ കിട്ടിയോ? ഓക്കെ, സോ ഇതാണ് മക്കളെ ചെയിൻ ഐസോമറിസം. മക്കളെ ഇനി എന്താടാ പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ പൊസിഷൻ ഐസോമർ. നെക്സ്റ്റ് ഐസോമറിസം നമുക്ക് ഡിസ്കസ് ചെയ്യടാ പൊസിഷൻ ഐസോമറിസം. എടാ എന്താണടാ പൊസിഷൻ ഐസോമറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഫങ്ഷൻ ഗ്രൂപ്പുകൾ ഏതെല്ലാമാണ് മക്കളെ ഫങ്ഷൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയുന്നത്? OH CHO CEO COH അല്ലേ? ഇവന്മാരുടെ ഒക്കെ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ ഒക്കെ പൊസിഷൻ മാറ്റുകയാണെങ്കിൽ, അതിന്റെ പൊസിഷൻ നമ്പർ മാറ്റുകയാണെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് മക്കളെ പൊസിഷൻ ഐസോമറിസം. പക്ഷേ പൊസിഷൻ മാറ്റിയിട്ട് പോലും അവർക്ക് എന്ത് മാറ്റം വരാൻ പാടില്ല മക്കളെ? തന്മാത്ര സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല മാറ്റം വരാൻ പാടില്ല. അങ്ങനെ തന്മാത്ര സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല മാറ്റം വരാതെ അതിന്റെ പൊസിഷൻ മാറ്റുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണടാ പൊസിഷൻ ഐസോമറിസം എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. റെഡിയാണോ? നോക്കിക്കോ CH3 CH2 OH. മക്കളെ OH എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാ. അതിന്റെ പൊസിഷൻ എത്ര? 1 2 3 അല്ലേ? എത്ര ഇതിന്റെ പൊസിഷൻ ഇടാ 1ലാണ് അതിന്റെ പൊസിഷൻ വരിക. നോക്കിക്കോ, ഇങ്ങോട്ട് നോക്കിക്കോട്ടോ, അതിന്റെ പൊസിഷൻ മാറ്റി നോക്ക്. CH3 CH അല്ലേ? CH3 വേണ്ട, CH3 അല്ല OH അല്ലെ? OHന്റെ ബ്രാഞ്ച് ആക്കി കൊടുക്കുന്നു CH3. മക്കൾ എത്ര കാർബൺ ഉണ്ടാവും നോക്കിക്കോ. 1 2 3 കാർബൺ അല്ലേ? ഹൈഡ്രജൻ 3 4 5 6 7 8 അല്ലേ? 8 ഹൈഡ്രജന്
ഓക്സിജൻ എത്രടാ 1. ഇനി ഇവിടെ നോക്കിക്കോട്ടോടാ അതിന്റെ പൊസിഷൻ മാറ്റി. ഇപ്പൊ ഇതിന്റെ പൊസിഷൻ നോക്കിക്കോടാ 1 2 3 അല്ലെ 2ലാണ് ഓച്ചിന്റെ പൊസിഷൻ. നേരത്തെ ഓച്ചിന്റെ പൊസിഷൻ എവിടെ ആയിരുന്നോടാ 1ലായിരുന്നു. ഇപ്പൊ ഓച്ചിന്റെ പൊസിഷൻ എത്ര 2ലാണ്. സോ ഇതിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആണ് നോക്കാം മക്കളെ. എത്ര കാർബൺ ഇടാ 3 കാർബൺ. ഹൈഡ്രജൻ 3 4 5 6 7 8 അല്ലെ. എത്ര ഹൈഡ്രജൻ 8 ഹൈഡ്രജൻ. ഓക്സിജൻ എത്ര ഇടാ 1. സോ OHന്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് മക്കളെ പൊസിഷണൽ ഐസോമറിസം എന്ന് പറയും. റെഡിയാണോ? പൊസിഷൻ നമ്പർ മാറ്റി ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഒരേപോലുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് മക്കളെ പൊസിഷണൽ ഐസോമറിസം എന്ന് പറയും. റെഡിയാണോടാ? സെറ്റ് ആണോ? സോ നെക്സ്റ്റ് വൺ മക്കളെ എന്താ ഐസോമറിസം ആണടാ? ഫങ്ഷണൽ ഐസോമറിസം. എന്താണടാ? ഫങ്ഷണൽ ഐസോമറിസം. ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറഞ്ഞാൽ എന്താടാ? 2 ഹൈഡ്രോ കാർബൺ ചെയിൻ ഉണ്ടെങ്കിൽ ആ 2 ഹൈഡ്രോ കാർബൺ ചെയിൻ വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പായിരിക്കും. പക്ഷടാ അതിന്റെ തന്മാത്ര സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല എന്താടാ? സെയിം ആയിരിക്കും. സാറേ വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും അതിന്റെ മോളിക്കുലാർ ഫോർമുല അഥവാ തന്മാത്ര സൂത്രം ഒരേപോലെയാണെങ്കിൽ അത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെ അത്തരത്തിലുള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണ് മക്കളെ ഏത് ഐസോമറിസം അടാ? ഫങ്ഷണൽ ഐസോമറിസം എന്ന് പറയും. 2 ഹൈഡ്രോ കാർബൺ ചെയിൻ എടുത്തു, അതിൽ വ്യത്യസ്തമായുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പാണ് എങ്കിൽ പോലും അതിന്റെ തന്മാത്ര സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല എന്താടാ? സെയിം ആണെങ്കിൽ അത്തരത്തിലുള്ള ഐസോമേഴ്സിനെ പറയുന്ന പേരാണടാ ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് നമ്മൾ പേര് വരാൻ കാരണം. റെഡിയാണോ? സോ നോക്കിക്കോട്ടെടാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയ ട്രിക്ക് ഇത്രേ ഉള്ളൂ മക്കളെ. OH എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കഹോൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഐസോമറിന് സമാനമായിട്ട് മക്കളെ ആരായിരിക്കൂടാ? ഈതർ ആയിരിക്കും. ആരായിരിക്കൂടാ മക്കളെ? ഈതർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. CH3 CH2 CH2 OH. ഓക്കെ അല്ലേ? ഇനി ഇതിന് സമാനമായിട്ട് ഇപ്പൊ ഇതിന്റെ ഫോർമുല എത്രടാ? C3H എത്ര ഉണ്ടാവൂടാ? H 5 6 7 8 അല്ലേ? H8 ഓക്സിജൻ 1. മക്കളെ ഇതിന് സമാനമായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാണടാ? ഈതർ ഇട്ടോ നോക്കിക്കോ. CH3 O CH2 CH3 നോക്കിക്കോട്ടോ. എത്ര കാർബൺ ഉണ്ടാ? 3 കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 3 3 6 7 8 ഹൈഡ്രജൻ. ഓക്സിജൻ എത്രടാ? 1. സോ ഈ കാറ്റഗറിയാണ് മക്കൾ എന്താടാ? ഒരു ഫങ്ഷണൽ ഐസോമേഴ്സ് എന്ന് പറയും. എന്താടാ? ഒരു ഫംഗ്ഷൻ ഐസോമേഴ്സ് അല്ലേ? കാർബൺ ആറ്റം മാറ്റമല്ല, ഓക്സിജൻ ആറ്റം. പക്ഷേ എന്താണ്ടാ? 2 വ്യത്യസ്തമായിട്ടുള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് മാത്രം ഒന്ന് മാത്രമേ ഉള്ളൂ അവിടെ. റെഡിയാണോ? പക്ഷേ എങ്കിൽ പോലും അതിന്റെ തന്മാത്ര സൂത്രം എന്താടാ? സെയിം ആണ്. കാരണം OHന്റെ ഫംഗ്ഷൻ ഐസോമർ ആരാടാ? ഈതർ ആണ്, ഓയാണ് അല്ലേ? CHO എന്ന് പറഞ്ഞ ആൽഡിഹൈഡിന്റെ ഫംഗ്ഷൻ ഐസോമർ ആരാടാ? കീറ്റോൺ ആണ്. കാർബോക്സിലിക് ആസിഡിന്റെ ഫംഗ്ഷൻ ഐസോമർ ആരാടാ? എസ്റ്റർ ആണ്. റെഡിയാണോ? ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ ഐസോമറിനെ കണ്ടെത്തുന്ന വിധം എന്ന് പറയുന്നത്. റെഡിയാണോടാ? സോ നെക്സ്റ്റ് നോക്കിക്കോ മക്കളെ. ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ പുതിയ ആറ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഹൈഡ്രോ കാർബണിന്റെ പ്രോപ്പർട്ടീസ് തന്നെ വ്യത്യാസപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനെ വ്യത്യാസപ്പെടുത്തുന്ന ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അഥവാ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഇപ്പൊ ആരൊക്കെ? OH വരാം, CHO വരാം, COH വരാം അല്ലെ? അങ്ങനെ പല ഫംഗ്ഷൻ ഗ്രൂപ്പും അല്ലെ? SO3H ഉണ്ട് ഫംഗ്ഷൻ ഗ്രൂപ്പില്. പിന്നെ അതുപോലെ തന്നെ CL ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. ഒരുപാട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. സോ നമുക്ക് ആകെപ്പാടെ 4 പഠിച്ചാലുള്ളൂ. ഒന്ന് OH, ഒന്ന് CHO, ഒന്ന് CO, ഒന്ന് COH. ആൽക്കഹോൾ തന്നെ പറയുന്ന പേരാണ് OH. CHO എന്ന് പറഞ്ഞ ആൽഡിഹൈഡ് ആണ്. പിന്നെ CO എന്ന് പറഞ്ഞ കീറ്റോൺ ആണ്. പിന്നെ COOH എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലാക്കുക. ഒരുപാട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ +1 അത് വൃത്തിയായിട്ട് പഠിക്കും. എന്താണ് ഒരുപാട് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്. സോ നമുക്ക് ആകെപ്പാടെ 4 ഫംഗ്ഷൻ ഗ്രൂപ്പിനെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പറയുന്നുള്ളൂ. റെഡിയാണോ? സോ ഓരോന്നോരോ നോക്കിയാലോ? സോ നോക്കിക്കോ. ആദ്യം ഞാൻ വരുന്നതാ OHനെ പറ്റിട്ടോ. ഓക്കെ നോക്കിക്കോക്കളെ. OHനെ പറ്റി നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് OH അഥവാ ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. റെഡിയാണോ? OH അഥവാ ആൽക്കഹോൾ എന്ന് പറഞ്ഞ് നോക്കിക്കോട്ടെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാ CH3 CH2 CH2 OH. മക്കളെ ആൽക്കഹോളിന് നമ്മൾ എന്ത് പറയടാ? OL എന്ന് പറഞ്ഞിട്ടാ പറയാം. റെഡിയാണോ? ഓൾ എന്ന് പറയാം. എന്റെ സഫിക്സ് എന്താണ്? ആൽക്കഹോളിന്റെ ഓൾ ആണ്. റെഡിയാണോ? സോ ആൽക്കഹോളിന്റെ സഫിക്സ് ആരാത്തവര് ശ്രദ്ധിക്കുക. അതാരാടാ? ഓൾ. റെഡിയാണോ? ആൽക്കഹോളിന്റെ സഫിക്സ് ആരാടാ? ഓൾ. റെഡിയാണോ? സോ നോക്കിക്കോടാ. CH3 CH2 CH2 OH.
ഓക്കെ അല്ലേ? സോ നമ്മളങ്ങനെ പേര് കൊടുക്കടാ അല്ലേ, 1 2 3 അല്ലേ? കാരണം ഫംഗ്ഷൻ ഗ്രൂപ്പിൽ നമുക്ക് എന്ത് കൊടുക്കണടാ, ലോവസ്റ്റ് നമ്പർ കൊടുക്കണം. അതുകൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ തിരിച്ചിടാൻ കാരണം 1 2 3 റെഡിയാണോ? സോ എത്ര കാർബൺ ഉണ്ടാ, 3 കാർബൺ അല്ലേ? പ്രൊപ്പ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താടാ AN അല്ലേ? OH നമ്മൾ എന്ത് പറയും, ഓൾ എന്ന് പറയും. സോ നമ്മൾ എന്ത് പറയടാ, പ്രൊപ്പനോൾ. എന്താടാ, പ്രൊപ്പനോൾ. അപ്പൊ നിങ്ങൾ ചോദിച്ചു സാറേ ആ ANE ഇല്ലേ, ആ E എവിടെ ചോദിക്കും അല്ലേ? ആ E എവിടെ ഞങ്ങൾ ചോദിക്കൂലേ മക്കളെ? അതൊരു വവ്വൽ റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞുതരാം. വവ്വൽ റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. AEIOU റെഡിയാണോ? 2 വവ്വലുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വവ്വലിനെ കട്ട് ചെയ്യണം. നിങ്ങൾ ആലോചിച്ചോ കേട്ടോ, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് അവിടെ AN നമ്മൾ ചേർക്കണം അല്ലേ, ANE. പിന്നെ OH ഉള്ളത് കൊണ്ട് ഓൾ എന്ന് കൊടുക്കണം അവിടെ. ഓക്കെ അല്ലേ? ചില ആൾക്കാർ പ്രൊപ്പാൻ 1 കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ മക്കളെ. അവിടെ 1 ആയതുകൊണ്ടാണ് റിപ്രസെൻറ്റേഷൻ ചെയ്യാത്തത് കേട്ടോ. ഇനി 2 ഒക്കെ ആണെങ്കിൽ നമ്മളവിടെ കൊടുക്കണം, പ്രൊപ്പാൻ 2 കൊടുക്കണം. 1 ആയതുകൊണ്ട് പ്രൊപ്പനോൾ അല്ലെങ്കിൽ പ്രൊപ്പാൻ 1 കുഴപ്പമില്ല. കാരണം 2 വവ്വലുകൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു വവ്വലിനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈനെ കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചു സാറേ എന്താണ് ഓനെ കട്ട് ചെയ്യാത്തത്? മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. ആ ഫംഗ്ഷൻ ഗ്രൂപ്പിനെ കട്ട് ചെയ്യാൻ വെച്ചാൽ നമുക്ക് എന്താണ്, അവിടെ സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ അതിൻ്റെ ആണ് കട്ട് ചെയ്യുക. അങ്ങനത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പിനെ നമ്മൾ തൊട്ടളിക്കാൻ പറ്റൂല. റേഷൻ കാർഡ് മറ്റേ ഞാൻ സിമ്പിളായിട്ട് കുട്ടിയോട് പറയുന്നത്, റേഷൻ കാർഡിന്ന് വാപ്പാന്റെ പേര് വെട്ടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ, അതേപോലെയാണ് ഈ ഒരു ഹൈഡ്രോ കാർബൺ ചെയിനിൽ എന്താണ് മെയിനായിട്ട് അല്ലേ, മെയിനായിട്ട് ഇവിടെ ആരാണടാ, OH അഥവാ ഓളാണ് അല്ലേ, OH അഥവാ ഓളാണ്. സോ അവനെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എന്താ ചെയിനിന് ആകപ്പാടെ മാറും. ആ ചെയിൻ്റെ പ്രോപ്പർട്ടിന് വ്യത്യാസപ്പെടും അല്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈനെ വെട്ടാൻ കാരണം കേട്ടോ. മറ്റേ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ തൊട്ട് ആരും എന്ത് ചെയ്യുന്നത്, കളിക്കാൻ പോരുത് കേട്ടോ. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്, ANOL എന്ന് വരുന്ന കാരണം. ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് കേട്ടോ ഇവിടെ പ്രൊപ്പനോൾ എന്ന് വരാൻ കാരണം കേട്ടോ. ഇനി വേറെ എക്സാം നോക്കിക്കോ. CH3 CHOH CH3 റെഡിയാണോ? സോ 1 2 3 അല്ലേ മക്കൾ? എത്ര കാർബൺ ഉണ്ടാ, 3 കാർബൺ ഉണ്ട്. പ്രൊപ്പ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN ചേർത്താൽ മതി, കൊടുക്കണ്ട കാരണം ഒന്നിന് വെട്ടിപ്പോവും. പ്രൊപ്പാൻ അല്ലേ, OHന്റെ പൊസിഷൻ എത്രടാ, 2 അല്ലേ? പ്രൊപ്പാൻ 2 ഓൾ. ഓക്കെ ആണോ? സോ നെക്സ്റ്റ് വൺ നോക്കിക്കോട്ടെടാ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് CHOനെ പറ്റിയിട്ടാണ്. ആരെ പറ്റിയിട്ടാണ്? CHO എന്ന് പറഞ്ഞ മക്കൾ എന്താടാ, ആൾഡിഹൈഡ് ആണ്. CHO എന്ന് പറഞ്ഞാൽ എന്താടാ, ആൾഡിഹൈഡ്. ക്ലിയർ ആണോടാ? CH എന്ന് പറഞ്ഞാൽ എന്താ, ആൾഡിഹൈഡ്. എടാ അതിന്റെ സഫിക്സ് എന്താടാ, സഫിക്സ് AL കേട്ടോ. അതിന്റെ സഫിക്സ് എന്താടാ, AL. റെഡിയാണോ? സോ നോക്കിക്കോട്ടോടാ, CH3 CH2 CHO എന്ന് പറയും. റെഡിയാണോ മക്കൾ? ഇവിടെ എത്ര കാർബൺ ഉണ്ടാ? യെസ്, 1 2 3 4 അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, 4 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ സമയത്ത് നമുക്ക് 4 CHO കിട്ടുക. ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പിന് എപ്പോഴും എന്ത് കിട്ടണം, ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പൊ തിരിച്ചിടണം കേട്ടോ, 1 2 3 4. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താ, ബ്യൂട്ട് AN ആണ്, പിന്നെ CHO എന്ന് കഴിഞ്ഞാൽ AL, ബ്യൂട്ടനാൽ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിങ്ങനെയും പറയാം കേട്ടോ, ബ്യൂട്ടാൻ 1 ആൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. റെഡിയാണോ? സോ നെക്സ്റ്റ് ആണ് നോക്കിക്കോട്ടെ, കീറ്റോൺ നമുക്ക് പറ്റി നോക്കാം. റെഡിയാണോ? കീറ്റോൺ CO. ഓക്കെ അല്ലേടാ? CO പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോൺ ആണ്. സോ കീറ്റോണിന്റെ സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ എന്താണ്, ONE ആണ് കേട്ടോ. കീറ്റോൺ സഫിക്സ് എന്താടാ, ONE അല്ലേ? ക്ലിയർ ആണോടാ? സോ നോക്കിക്കോട്ടെടാ, CH3 CH2 CO CH3. ഇപ്പൊ കീറ്റോണ് നമുക്ക് എന്ത് ചെയ്യണം, ലോവസ്റ്റ് നമ്പർ കൊടുക്കണം കീറ്റോണ്. എടാ ഇങ്ങനെ സമയത്ത് 1 2 3 4 അല്ലെ? കീറ്റോണിന്റെ കാർബൺ എത്ര കിട്ടും, 4 കിട്ടാ. പറ്റുമോ ഇല്ല അല്ലെ? തിരിച്ചിടണം. 1 2 3 4 5 അല്ലേ? അപ്പൊ മക്കളെ കീറ്റോണിന് പത്ര കിട്ടിയടാ, 2 അല്ലേ? അപ്പൊ നമ്മൾ പറയും പേര് കൊടുക്കടാ, പെൻഡ്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN അല്ലേ? OHന്റെ COന്റെ പൊസിഷൻ എത്രടാ, 2 അല്ലേ? സോ 2 ഓൺ അല്ലേ? പെൻഡാൻ 2 ഓൺ. റെഡിയാണോ? സോ നെക്സ്റ്റ് വൺ നോക്കിക്കോടാ, ലാസ്റ്റ് വൺ ആണ് COH. എടാ COHനെ പറയുന്ന പേരെന്താടാ, കാർബോക്സിലിക് ആസിഡ് അല്ലേ? അതിന് നമ്മൾ സഫിക്സ് എന്ത് പറയടാ, ഒയിക് ആസിഡ് എന്ന് പറയും. എന്താടാ, ഒയിക് ആസിഡ്, OIC ആസിഡ് എന്ന് പറയും. സോ നോക്കിക്കോട്ടോ മക്കളെ, പേര് നോക്കിക്കോ, CH3 CH2 COOH
അല്ലേ മക്കളെ? CO നമ്മളിപ്പം പറഞ്ഞു ഫംഗ്ഷൻ ലൂപ്പിൽ എത്ര കൊടുക്കണടാ? ലോവസ്റ്റ് നമ്പർ കൊടുക്കണ്ടേ? 1 2 3 4. സോ എത്ര കാർബൺ ഉണ്ടാ? 4 കാർബൺ. 4 കാർബൺ എന്ന് പറയടാ ബ്യൂട്ട്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് AN. COHനെ പറയുന്ന പേരെന്താണ്ടാ? ഓയിക് ആസിഡ്, ബ്യൂട്ടാനോയിക് ആസിഡ്. റെഡിയാണോ മക്കളെ? ഈ രീതിയിലൊക്കെ മക്കളെ ക്വസ്റ്റ്യൻ വരിക. സോ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കേണ്ടത് നമ്മൾ എന്താണടാ? അല്ലേ ഐസോമസിന് കൊടുത്തിട്ട് പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേരും നെയിമിങ്ങും എന്ത് ചെയ്യണടാ? പ്രാധാന്യം കൊടുക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നടാ? ഇത്രയാണ് അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയും. കോൺസെപ്റ്റ് പ്ലസ് ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ വരാ എന്ന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യടാ? അപ്ലോഡ് ചെയ്യും. അതുവരെ എൻ്റെ മക്കൾ എന്ത് ചെയ്യടാ? നന്നായിട്ട് എന്ത് ചെയ്യുക? ഈ ചാപ്റ്റർ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? വീണ്ടും കാണാം കേട്ടോ. ശരി എന്നാ.